ഗുരുത്വമാണ് വേണ്ടത്. ഗുരുത്വം ഇല്ലെങ്കിൽ എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ജോലിയൊക്കെ കിട്ടുമായിരിക്കും, നല്ല ശമ്പളമൊക്കെ ഉണ്ടാവും. പക്ഷെ ഗുരുത്വമാണ് ജീവിതത്തിൽ നമുക്ക് വിജയത്തിന് കാരണമാകുന്നത്. അതെപ്പോഴും എവിടെ നിന്നാ വാങ്ങേണ്ടതോ? കടയിൽ നിന്ന് വാങ്ങാൻ ഇല്ല. 2-3 കാര്യങ്ങൾ കടയിൽ നിന്ന് കിട്ടിയില്ല. വിനയം ഇപ്പൊ പറഞ്ഞു, എത്ര രൂപ കൊടുത്താലും വിനയം കിട്ടി. സ്നേഹം കാശ് കൊടുത്താൽ കിട്ടിയില്ല. ഗുരുത്വം എന്ത് ചെയ്താലും കിട്ടില്ല. ഭക്തി കാശ് കൊടുത്താൽ കിട്ടില്ല. കാശ് കൊടുത്ത് ഭക്തി വാങ്ങാനായിട്ടാണ് നമ്മൾ ഓടി നടക്കുന്നത്. കിട്ടില്ല. നേടിയെടുക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയൊക്കെ പാദ നമസ്കാരം കൊണ്ട് മാത്രമേ ഈ ഗുരുത്വം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്നും നമ്മൾ തുടങ്ങി എല്ലാ ദിവസവും മാതാപിതാക്കളുടെ പാദവസ്ത്രങ്ങളെ ഒറ്റ നമസ്കരിച്ചുകൊണ്ട് വേണം നിത്യജീവിതം ആരംഭിക്കാൻ. പരീക്ഷ പ്രയാസമുള്ള പരീക്ഷ വരുമ്പോൾ കാലം പിടിച്ചിട്ട് കാര്യമില്ല. അത് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള കാലം പിടിച്ചതാണ്. ശബരിമലയ്ക്ക് പോകുമ്പോൾ മാത്രം കാലം പിടിച്ചിട്ട് കാര്യമില്ല. അത് കുരി പിടിക്കാതിരിക്കാനുള്ള കാലം പിടിച്ചതാണ്. പോയി അപകടം കൂടാതെ കണ്ടൊക്കെ ഇന്നിപ്പോ അങ്ങനെയല്ല. അവിടം വരെ ഇങ്ങനെ വേണമെങ്കിലും പോവാം. പിന്നെന്താ പറയാ, വിശുദ്ധ കിട്ടുമ്പോൾ മാത്രം പാദം നമസ്കരിക്കുക. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. ഇനിയോ ഓണമൊക്കെ ആകുമ്പോഴേക്കും പുതുവസ്ത്രം ലഭിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ നമ്മുടെ നമസ്കാരം. പക്ഷെ എങ്ങനെ വേണം? നിത്യവും നമസ്കരിക്കണം. നിത്യം നമസ്കരിക്കുമ്പോഴാണ് ഈ ഗുരുത്വം നമ്മളറിയാതെ നമ്മളിലേക്ക് വരിക. താനേ വരും. ഗുരുത്വം വന്നു കഴിഞ്ഞാൽ അവന്തിക പറഞ്ഞതുപോലെ വിനയം താനേ ഉണ്ടാവും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, താനേ ഗുരുത്വം വന്നാൽ മതി. ഗുരുത്വം തന്നെ വിനയത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? എല്ലാ ദിവസവും മാതാപിതാക്കളുടെ പാദം നമസ്കരിച്ചിട്ട് പോയാൽ മതി സ്കൂളിലേക്ക്. അത് നിത്യജീവിതത്തിൽ ഇപ്പൊ ശനിയാഴ്ച ഞായറാഴ്ച ഒരു പ്രത്യേകതയില്ല. എല്ലാ ദിവസവും എഴുന്നേറ്റ് വന്നാൽ ഉടൻ തന്നെ പാദപത്നങ്ങളെ നമസ്കരിക്കുക. അപ്പൊ അതിന് ബാക്കിയുണ്ടാവണം. അതൊന്നും മനസ്സിൽ വെച്ച് ഉറപ്പിക്കണം. മാതാപിതാക്കൾ നിങ്ങൾക്കൊന്ന് ഒരു മറന്നു പോയാലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് നമസ്കരിപ്പിച്ചിട്ട് വിടാറുണ്ട്. അപ്പൊ അതൊന്നും ജീവിതത്തിൽ പഠിക്കണം. രണ്ടാമത് എന്താണെന്നറിയുമോ? എന്താ? ജീവിതത്തിൽ മാതാപിതാക്കളോട് ഒരിക്കലും സത്യമല്ലാതെ മറ്റൊന്നും പറയരുത്. സത്യമേ പറയാം മാതാപിതാക്കൾ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പുറത്തു പോകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് കിട്ടും. ഇവിടുന്ന് സ്കൂളിലേക്ക് എത്തി അവിടുന്ന് തിരികെ വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളോട് പറയും. അത് സത്യമായിട്ടേ പറയണം. 10 മിനിറ്റ് നമ്മൾ താമസിച്ചെന്ന് വിചാരിക്കുക. അമ്മയോടും അച്ഛനോട് സത്യം പറയണം. ഞാൻ ഇന്ന് വന്നപ്പോൾ ഇങ്ങനെ കൂട്ടുകാരന്റെ അല്ലെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി അവിടെ 10 മിനിറ്റ് താമസിച്ചാണ്. അത് സത്യമായിട്ട് പറയാൻ കഴിയണം.